നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെ നിരന്തരമായി നടക്കുന്ന ആസൂത്രിതമായ ആക്രമണങ്ങളുടെ തുടർച്ചയാണ്. വഴിക്കൂടി നടക്കുമ്പോൾ എവിടുന്നും ചാടി വന്ന് അക്രമം കാണിക്കുന്ന തോന്നിയാസത്തിന് വേണ്ടി ആളുകളെ പറഞ്ഞു വിടുന്നത് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലാണ്. പല സമരത്തിനകത്തും എവിടുന്നേലും കൊണ്ടുവരുന്ന വാടകയ്ക്ക് കൊണ്ടുവരുന്ന ഗുണ്ടകളെ പോലെ ആളുകൾ ചാടി വന്ന് ചെയ്യുന്നതാണ്. അക്രമത്തിനായി സ്ഥിരമായ ടീമിനെ അവർ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. ഇത് ശരിയായ രീതിയല്ല. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ തെറ്റാണെന്ന് വിലയിരുത്തി ഇതിന് നേതൃത്വം കൊടുത്തവരെ സംഘടനാപരമായി നടപടി സ്വീകരിച്ച് മാപ്പ് പറയാൻ തയ്യാറാകണം. ഇത് ജനാധിപത്യപരമല്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണെന്നാണ് തോന്നുന്നത്. തീക്കട്ട കൊണ്ട് തലചൊരുകയാണെന്നുള്ള വിവരം യൂത്ത് കോൺഗ്രസ് കേസുകാർക്ക് നല്ല ബോധം വേണം. ഞങ്ങൾ എന്തായാലും പകരത്തിന് പകരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. പക്ഷേ ഇത് ഏറ്റവും പ്രതിഷേധാർഹമാണ്. കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഇന്ന് നടന്ന സംഭവ വികാസം. പോലീസിൻ്റെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ ഒരു മന്ത്രിയെ ആക്രമിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു കാടത്ത നയ സമീപനമാണ് ഈ കോൺഗ്രസിൻ്റെ യുവജന സംഘടനകൾ നടത്തിയത് എന്നുള്ളതാണ്. ഡീമോറലൈസ് ചെയ്യുന്നതിനേക്കാൾ അപകടമാണ് ശാരീരികമായി ആക്രമിക്കുക. വീണ ജോർജിനെ പോലെ ഒരു വനിതാ മന്ത്രിയെ, വനിതയായതിൻ്റെ കുറവൊന്നും അവർക്കില്ല, വനിതാ മന്ത്രിയെ ശാരീരികമായി ആക്രമിക്കാൻ മുതിർന്നത് ജനാധിപത്യത്തിൽ അത്യന്തം അപലപനീയമായിട്ടുള്ള ഒരു നടപടിയാണ്.